നമസ്കാരം. സാധാരണക്കാരായ ആളുകൾ തങ്ങളുടെ വീടിന്റെയോ കടയുടെയോ ഒക്കെ നികുതി അടയ്ക്കാൻ ഒരു മാസം വൈകിയാൽ പലിശയും പിഴയും സഹിതം റവന്യൂ റിക്കവറി നോട്ടീസുമായി വീട്ടുപടിക്കലെത്തുന്ന ഉദ്യോഗസ്ഥരെ നമ്മൾ കാണാറുണ്ട്. ജപ്തി ഭയന്ന ആളുകൾ കടം വാങ്ങിയും സ്വർണം പണയം വെച്ചും നികുതി അടയ്ക്കും. എന്നാൽ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വന്തം ഓഫീസുകൾ 3 വർഷത്തിലധികമായി നയാ പൈസ നികുതി അടയ്ക്കാതെ പൂഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒടുവിൽ പരിധി വിട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസുകൾക്ക് നേരെ ജപ്തി നോട്ടീസ് അയക്കാൻ നഗരസഭ നിർബന്ധിതരായിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ, കുളപ്പുള്ളി ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾക്കെതിരെയാണ് ഷൊർണൂർ നഗരസഭ റവന്യൂ റിക്കവറി നടപടി ആരംഭിച്ചിരിക്കുന്നത്. 3 വർഷത്തിലധികമായി ഈ 2 പാർട്ടി ഓഫീസുകളും നഗരസഭയ്ക്ക് 1 രൂപ പോലും നികുതി നൽകിയിട്ടില്ല. കുളപ്പുള്ളി ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ നികുതി കുടിശ്ശിക മാത്രം 75,000 രൂപയാണ്. ഷൊർണൂരിലെ ഓഫീസിന് 25,000 രൂപയും കുടിശ്ശികയുണ്ട്. അതായത് പൊതുജനങ്ങളെ നിയമം പഠിപ്പിക്കുന്ന വലിയ നേതാക്കൾ ഇരിക്കുന്ന ഓഫീസുകൾ ലക്ഷങ്ങളാണ് നികുതി വെട്ടിച്ചിരിക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ ഷൊർണൂർ നഗരസഭ കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായി ഭരിക്കുന്നത് ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. കഴിഞ്ഞ വർഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നികുതി പിരിവ് നടത്തിയ നഗരസഭയ്ക്കുള്ള അവാർഡൊക്കെ മേടിച്ചവരാണ് ഈ ഷൊർണൂർ മുനിസിപ്പാലിറ്റി. എന്നാൽ പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും വ്യാപാരികളിൽ നിന്നും ഭീഷണിപ്പെടുത്തിയും പിഴ ഈടാക്കിയും നികുതി പിരിവ് നടത്തിയിട്ടും ഇവർക്ക് 100% തികയ്ക്കാൻ സാധിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ റെക്കോർഡ് നേട്ടത്തിൽ എത്തിക്കാൻ സാധിക്കാതിരുന്നത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് നഗരസഭയിലെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. CPM പാർട്ടി ഓഫീസുകൾ ഉൾപ്പെടെ 40ഓളം ഇടങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി നഗരസഭയ്ക്ക് ലഭിക്കാനുണ്ടായിരുന്നു. സ്വന്തം പാർട്ടി ഓഫീസ് ആയതുകൊണ്ട് 3 വർഷമായി ഒരു നോട്ടീസ് പോലും അയക്കാതെ ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും കണ്ണടച്ച് കൂട്ടുനിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഓഡിറ്റിലും മാധ്യമങ്ങളിലും വാർത്തയാകുമെന്ന ഘട്ടം വന്നപ്പോഴാണ് നഗരസഭാ സെക്രട്ടറി PS രാജേഷ് ഒടുവിൽ ജപ്തി നോട്ടീസ് അയക്കാൻ തയ്യാറാവുന്നത്. റവന്യൂ റിക്കവറി നോട്ടീസ് ലഭിച്ച കെട്ടിടങ്ങളിൽ ഒന്ന് സാധാരണ കെട്ടിടമല്ല. മുൻ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയും പാർട്ടിയുടെ വലിയ നേതാവുമായിരുന്ന T. ശിവദാസ മേനോന്റെ പേരിലുള്ള കെട്ടിടത്തിനാണ് നഗരസഭ ഇപ്പോൾ ജപ്തി നോട്ടീസ് നൽകിയിരിക്കുന്നത്. നിയമം എല്ലാവർക്കും ഒന്നു തന്നെയാണെന്ന് ബോധ്യപ്പെടുത്താൻ ഉദ്യോഗസ്ഥർ തയ്യാറായതോടെ നേതാക്കൾ വലിയ പ്രതിസന്ധിയിലാണ്. എന്നാൽ ഈ ക്രമക്കേടിന് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറയുന്ന ന്യായീകരണം കേൾക്കണം. പാർട്ടി ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് നഗരസഭയുടെ നികുതി കുടിശ്ശിക തീർക്കുമെന്നാണ് നേതാക്കളുടെ ഔദ്യോഗിക വിശദീകരണം. എന്ത് വിചിത്രമായ ന്യായീകരണമാണിത്? സാധാരണക്കാരൻ വന്ന് നഗരസഭയിൽ പറയുമോ, എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ലോട്ടറി അടിക്കുമ്പോൾ താൻ 2 വർഷത്തെ നികുതി ഒരുമിച്ചടയ്ക്കാം, അതുവരെ ജപ്തി ചെയ്യാതെ മാറി നിൽക്കൂ എന്ന്. അപ്പോൾ പാവങ്ങൾക്ക് ഒരു നീതിയും പാർട്ടി ഓഫീസുകൾക്ക് മറ്റൊരു നീതിയും എന്നതാണോ ഇവരുടെ സമത്വവാദ രാഷ്ട്രീയം? കോടികളുടെ ആസ്തികളും വലിയ പാർട്ടി ഫണ്ടുകളും ഓരോ വർഷവും ബക്കറ്റ് പിരിവിലൂടെ പിരിച്ചെടുക്കുന്ന പാർട്ടിക്കാണ് 1 ലക്ഷം രൂപ നികുതി അടയ്ക്കാൻ ഫണ്ടില്ലെന്ന് പറഞ്ഞ് തടി തപ്പുന്നത്. ഭരണാധികാരത്തിന്റെ അഹങ്കാരത്തിൽ തങ്ങൾ എന്ത് നിയമവിരുദ്ധത കാണിച്ചാലും ആരും ചോദിക്കില്ലെന്ന വലിയൊരു ധാർഷ്ട്യത്തിലായിരുന്നു ഇത്രയും കാലം ഈ നേതാക്കൾ. സ്വന്തം പാർട്ടി ഭരിക്കുന്ന നഗരസഭയായതുകൊണ്ട് തന്നെ 3 വർഷത്തിലധികമായി നികുതി പൂഴ്ത്തിവെച്ചിട്ടും ആരും അറിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ ഭരണവും സാഹചര്യങ്ങളും മാറിയതോടെയാണ് ഈ അഴിമതിയും നിയമലംഘനവും കൃത്യമായി പുറത്തു വന്നിരിക്കുന്നത്. നഗരസഭ നൽകിയ 40 നോട്ടീസുകളിൽ ഒന്നാമതായി നിൽക്കുന്നത് സ്വന്തം പാർട്ടിയുടെ ഓഫീസുകളാണെന്നത് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയാണ്. സ്വന്തം തെറ്റുകൾ തിരുത്താൻ തയ്യാറാകാതെ നാട്ടുകാരെ മുഴുവൻ നികുതി പഠിപ്പിക്കാൻ നടക്കുന്ന നേതാക്കളുടെ ഈ ഒരു ഇരട്ടത്താപ്പ് താഴെത്തട്ടിലുള്ള അണികളെങ്കിലും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നിയമം ലംഘിക്കുന്നതിൽ നേതാക്കൾക്ക് ഒരു മടിയുമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ഷൊർണൂർ ജപ്തി സംഭവം. എത്രയും വേഗം ഈ ലക്ഷങ്ങളുടെ നികുതി കുടിശ്ശിക പലിശ സഹിതം കെട്ടിയടയ്ക്കാൻ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം തയ്യാറാകണം. സാധാരണക്കാരൻ നികുതി അടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യാൻ ഓടുന്ന ഉദ്യോഗസ്ഥർ ഭരിക്കുന്ന പാർട്ടിയുടെ ഓഫീസ് 3 വർഷമായി ലക്ഷങ്ങൾ നികുതി വെട്ടിച്ചിട്ടും ഉദ്യോഗസ്ഥർ കണ്ണടച്ചിരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ.